എറണാകുളം ജില്ലയിലാണ് തിരുവൈരാണിക്കുളം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി. സദാശിവനെ കിഴക്കു ഭാഗത്തേക്കും ശ്രീ പാർവതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും ദർശനമായി ഒരേ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ധനുമാസത്തിലെ തിരുവാതിര നാൾ മുതൽ 12 ദിവസം മാത്രമേ ശ്രീപാർവതിയുടെ നട തുറക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഭക്തജനത്തിരക്ക് കൂടുതലാണ്. മംഗല്യ തടസ്സം, ദാമ്പത്യ സുഖക്കുറവ് എന്നിവ അനുഭവിക്കുന്നവർ ദേവിയെ പ്രാർത്ഥിച്ച് അനുഭവസിദ്ധി കൈവരിക്കുന്നു എന്നാണ് വിശ്വാസം. ഇവിടെ വരുന്ന ഭക്തർ അധികവും സ്ത്രീകളാണ്. അതിനാൽ ഈ ക്ഷേത്രത്തിനെ സ്ത്രീകളുടെ ശബരിമല എന്നും വിളിച്ചു പോരുന്നു. പ്രശസ്തമായ അകവൂർ മനയിൽ ശിവഭക്തനായ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് തൃശ്ശൂർ ജില്ലയിലെ ഐരാണിക്കുളം ക്ഷേത്രത്തിൽ നിത്യവും കുളിച്ചു തൊഴൽ പതിവുണ്ടായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം തൻ്റെ കുളിച്ചുതൊഴൽ മുടങ്ങും എന്ന ഭയപ്പാടോടെ അദ്ദേഹം ഒരു ഉപായത്തിനായി മഹാദേവനോട് പ്രാർത്ഥിച്ചു പോന്നു. ഒരിക്കൽ പ്രാർത്ഥന കഴിഞ്ഞു മടങ്ങിയ നമ്പൂതിരിയുടെ ഓലക്കുടയിൽ കയറി വന്ന മഹാദേവനാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം. വർഷത്തിൽ 12 ദിവസം മാത്രമാണ് ഇവിടെ പാർവതീദേവിയുടെ നട തുറക്കുന്നത്. ഇതിനു പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. മുൻപ് എല്ലാ ദിവസവും ദേവിയുടെ നട തുറന്നിരുന്നു. അന്ന് ദേവനുള്ള നിവേദ്യം ദേവിയാണ് ഒരുക്കിയിരുന്നത്. ആർക്കും ഈ സമയം അങ്ങോട്ട് പ്രവേശനമില്ലായിരുന്നു. ഒരിക്കൽ ആകാംക്ഷ അടക്കാനാവാതെ നമ്പൂതിരി ശ്രീകോവിലിൻ്റെ വാതിൽ പഴുതിലൂടെ അകത്തേക്ക് നോക്കുകയുണ്ടായി. അപ്പോൾ സർവാഭരണ വിഭൂഷിതയായി ദേവി നിന്ന് നിവേദ്യം തയ്യാറാക്കുന്നത് കാണുകയും ഈ കാഴ്ച കണ്ട് നമ്പൂതിരി "അമ്മേ സർവേശ്വരി" എന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്തു. ഇത് കണ്ട ദേവി ഇവിടം വിട്ടു പോകാനൊരുങ്ങി. തുടർന്ന് ഭക്തൻ്റെ യാചനയുടെ ഫലമായി വർഷത്തിൽ 12 ദിവസം ദേവനോടൊപ്പം ഭക്തജനങ്ങൾക്ക് ദർശനം നൽകാമെന്ന് അറിയിച്ചു. ക്ഷേത്രത്തിലൊഴുകിയെത്തുന്ന ഭക്തജന സഹസ്രങ്ങൾക്ക് സർവാലങ്കാര വിഭൂഷിതയായി അനുഗ്രഹം ചൊരിയുന്ന പാർവതീദേവി സങ്കല്പവും ആചാരാനുഷ്ഠാനങ്ങളും തിരുവൈരാണിക്കുളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ദേവിക്ക് പട്ടും താലിയും മഞ്ഞൾപ്പറയും സമർപ്പിച്ച് മംഗല്യ സൗഭാഗ്യവും ദീർഘമാംഗല്യവും നേടാൻ അന്യസംസ്ഥാനങ്ങളിൽ നിന്നു പോലും ആയിരങ്ങളാണ് എത്തുന്നത്. മഹാദേവനും ശ്രീപാർവതിയും ഒരേ ശ്രീകോവിലിൽ അഭിമുഖമായി പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവൈരാണിക്കുളം. ഇവിടുത്തെ പ്രധാന ഉത്സവം കുംഭമാസത്തിൽ ഉത്രട്ടാതി നാളിൽ കൊടിയേറി തിരുവാതിര നാളിൽ ആറാട്ട് വരത്തക്ക വിധം 8 ദിവസം നടത്തിവരുന്നു. അങ്കുരാതി, ധ്വജാതി, പടഹാതി എന്നിവയിൽ അങ്കുരാതി ഉത്സവമാണ് ഇവിടെ നടത്തുന്നത്. ഈ ഉത്സവവും ദേവിയുടെ നടതുറപ്പും കൂടാതെ ശിവരാത്രി, നവരാത്രി, മണ്ഡലകാലം, വിഷുക്കണി, തിരുവോണം എന്നിവയും ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നു. മഹാദേവൻ്റെ തിരുനാളായ തിരുവാതിര നാളുകളിലും നടതുറപ്പ് വേളയിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് അന്നദാനവും സൗജന്യ വൈദ്യസഹായവും നിർധനരായ യുവതികൾക്ക് വിവാഹ സഹായവും ഈ ക്ഷേത്രത്തിൽ നൽകി വരുന്നു.